ലിറ്ററലി ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ തന്നെ ചേസ് ചെയ്ത് എന്നിട്ട് എനിക്ക് ഇന്റർവ്യൂ തരായിരുന്നു. അതെ, സത്യം. അപ്പോൾ എന്നെ എവിടെ വേണമെങ്കിലും മൂന്ന് സ്റ്റേറ്റുകളിൽ പറന്ന് നടക്കുന്ന ഭാവനയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു തിരക്കുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, ഇതിൽ സ്വന്തം ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം? ഇല്ല, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല. ഞാൻ മാക്സിമം ഒരു 3-4 ദിവസം വീട്ടിലിരിക്കാൻ പറ്റുന്നല്ലാതെ ഉടനെ ഞാൻ വിളിക്കും എന്നാ അവർ തുടങ്ങാമെന്ന് പറയുകയാണെന്ന് അറിയാം. എനിക്ക് ഞാൻ കുറച്ചൊക്കെ ഒരു ഹെക്ടിക് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മീൻസ് രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് ആദ്യം ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഞാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതെ ഫുൾ സൈലന്റ് ആയിട്ട് ഞാൻ എൻ്റെ റൂമിൽ വീട്ടിലിരിക്കാന്ന് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടൽ. അതെ, സത്യം. അപ്പൊ ഈ ഒരു തിരക്കുണ്ടല്ലോ, ചിത്രം പേസുതരി തമിഴിൽ വന്ന ശേഷമാണ് തിരക്ക് കുറിച്ച് കൂടുതൽ അനുഭവപ്പെട്ടത്. ഇപ്പൊ 2003-2004 കുറച്ചും കൂടി ലിറ്റിൽ ബിറ്റ് ഫ്രീ ചെയ്തതാണ് പടത്തിന്റെ ഒരു ഇതും ഒക്കെ. അപ്പൊ ആ സമയങ്ങളിൽ നിന്നും ഇപ്പൊ വളരെ ബിസിയാണല്ലോ. അപ്പൊ ആ സമയം എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? ഇല്ല, 2000 ഞാൻ 2003 ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ നമ്മൾ, ക്രോണിക് ബാച്ചിലർ, CID, മൂസ, സ്വപ്നം കൂടുന്നോട്ട് ഒരുപാട് നല്ല മൂവീസ്. അങ്ങനെ 2004 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ തല്ലിപ്പൊടി പടങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അതായത് മീൻസ് നമുക്ക് ഇത് നല്ല മൂവിയാണ് അങ്ങനെ അല്ലാതെ നമുക്ക് അറിഞ്ഞുകൊണ്ടും ഇത് അത്ര നല്ല അല്ലാന്ന് അറിഞ്ഞുകൊണ്ടും നമുക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എന്നുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഒരു ലക്ക് മതി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രഗിൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാനൊന്നും ഈ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ബൈ ആക്സിഡന്റ് എന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ടു, ബാലമുരളി എന്ന് പറഞ്ഞിട്ട്. ആള് കമൽ സാറിൻ്റെ അടുത്ത് പറയുന്നു, കമൽ സാർ എന്നെ കാണുന്നു, ഓക്കെ ഈ കുട്ടി ആക്ടറാണെന്ന് തോന്നുന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന ഞാൻ വടവളനിയിൽ കൂടെ ഞാൻ കുറെ കുടംഭാഗത്ത് കൂടെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനത്തെ ഒന്നും സംഭവങ്ങളേ ഇല്ല. പെട്ടെന്ന് നടന്ന ഒരു സംഭവം. അത് വളരെ ഈസി ആയിട്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ മാറിപ്പോയി മൊത്തം ലൈഫ്. പക്ഷെ അത് കഴിഞ്ഞ് സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് എവറി ഡേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാന്നാണ് ഭയങ്കര കുഴപ്പം. അപ്പൊ 2004 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ 2004. പക്ഷെ ഒരു തമിഴൊക്കെ ചെയ്തപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് കിട്ടി, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഒരു മാറ്റം ഞാൻ ഇപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തമിഴ് സിനിമ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നു, റെസ്പെക്ട് കൂടുതൽ കിട്ടും എന്നൊക്കെ. അങ്ങനെയുണ്ടോ? എനിക്ക് കുറച്ചൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ തമിഴിലേക്ക് പോണേക്കാൾ മുമ്പ് ഞാനിവിടെ സെക്കൻഡ് ഹീറോയിൻ ആയിട്ടുള്ള കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ തമിഴിൽ പോയത് ഞാനൊരു സോളോ ഹീറോയിൻ പടമാണ് ചെയ്തത്. ഫസ്റ്റ് ചിത്രം പേസ്തടി, അതിനുശേഷം വെയിൽ, അതിനുശേഷം ദീപാവലി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അവിടെ ചെയ്തതിലൊക്കെ സോളോ ഹീറോയിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇനി എന്നെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഏത് ലാംഗ്വേജിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവരെന്നെ ഒരിക്കലും അങ്ങനെ ഒരു സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടർക്ക് വിളിക്കില്ല എന്തായാലും. അപ്പോൾ എന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചെസ്സും ചിന്താമണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തമിഴിൽ കുറച്ച് ഇതായി. പിന്നെ ഞാൻ കുറച്ച് അധികം പടങ്ങൾ തമിഴിൽ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് ചോട്ടാ മുംബൈയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറയലുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ലാംഗ്വേജിൽ, അതായത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ അവർ കൃത്യം ഇന്ന ഡേറ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിരിക്കും, അങ്ങനെയൊക്കെ പക്കാക്കി തരുന്നുണ്ട് നമുക്ക്. ഇപ്പം വേറെ മറ്റു സ്ഥലങ്ങളിൽ പോയി സക്സസ് ഉണ്ടായി തിരിച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന നായികമാരെക്കാളും കൂടുതൽ ഒരു 1 സ്റ്റെപ്പ് അഹെഡ് ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയെന്ന് പറയുന്നില്ല എങ്കിലും ഇപ്പം ഇവിടെ മാത്രം, ഇപ്പം മലയാളത്തിൽ മാത്രം നിന്നിട്ട് ടോപ്പ് ഹീറോയിനായിട്ടുള്ള ഒരുപാട് ഹീറോയിൻസ് ഉണ്ട്. ലൈക്ക് മഞ്ജു വാര്യർ എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും വേറെ ലാംഗ്വേജിലൊന്നും പോയിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ ഹീറോയിൻസും എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി കൂടാതെ മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഐ തിങ്ക് സ്റ്റോറി വൈസ് അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് മിക്കവാറും ഒക്കെ സെയിം തന്നെയായിരിക്കും. അതെ അതെ. പക്ഷെ മോണിറ്ററി ബെനിഫിറ്റ് അല്ലേ കൂടുതൽ? എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതുണ്ട്. മണി മാറ്റേഴ്സ് എന്തൊക്കെയാണെങ്കിലും അത് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു റെമ്യൂണറേഷൻ അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൂടുതലും തമിഴും ഹിന്ദിയും ഒക്കെ കാണുന്നതാണ്. ഞാനൊക്കെ ആഗ്രഹിക്കും തമിഴിലൊക്കെ പോയിട്ട് ഒരു പടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു വഴി. അപ്പൊ ചിത്രം പേസ്തരിക്ക് മുമ്പ് എനിക്ക് ഒരുപാട് തമിഴ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ നോട്ടബിൾ ആയിട്ടുള്ള പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്തത് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി. അപ്പൊ അത് വന്നിട്ട് അവര് എന്നെ രവിയുടെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു മലയാളം ക്യാരക്ടറാണ്, മലയാളം പറഞ്ഞാൽ മതി, മോള് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് ഡേറ്റ് പ്രോബ്ലം ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അത് എന്നിട്ട് പടം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എന്നിട്ട് ഈ കൊറിയോഗ്രാഫർ കലാ മാസ്റ്റർ ഒക്കെ എന്നെ വിളിച്ച് ചീത്ത പറയും. കലാ മാസ്റ്റർ, ബൃന്ദ മാസ്റ്റർ ഒക്കെ അവനൊക്കെ എന്നെ പൈത്യമാ പിടിച്ചിരിക്കുന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. അപ്പോൾ അത് അങ്ങനെ മിസ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു ദൈവം ഇനി നല്ലൊന്നും വരില്ലായിരിക്കും എന്നുള്ളൊരു ഇതായിരിക്കുന്നു.
അപ്പോൾ ചിത്രം ബേസ് സ്റ്റഡി വന്നപ്പോൾ ഒരുവിധം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ ഡയറക്ടർ, പുതിയ ഹീറോ, പുതിയ ബാനർ, ഭാവന ഓൾറെഡി ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ് ഹീറോയിൻ ആണ്, ഭാവന ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഹീറോയിൻ്റെ കൂടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇരുന്നുകൊണ്ട് നമുക്ക് വരുന്നു പറയാൻ പറ്റില്ല. പക്ഷേ അത് ആ ഒരു സിനിമ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പാർക്ക് ചിത്രം ബേസ് സ്റ്റഡി ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് അതിൻ്റെ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ ക്യാരക്ടറും. എനിക്ക് ചാരു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഡയറക്ടർ അങ്ങനെ ഫുൾ അങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഏതോ ഒരു പെൺകുട്ടി വന്ന് ചാരു എന്നുള്ളൊരു ക്യാരക്ടറിനെ ചെയ്യുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്യാരക്ടർ മിസ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം ഞാൻ ഈ ഡയറക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ സീനിൽ ഞാൻ എന്നെ തന്നെ ഇമാജിൻ ചെയ്യുമായിരുന്നു, കാരണം ചാരു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടറിനെ. അപ്പം ഞാൻ എല്ലാവരും എന്നെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ആ ഒരു സ്റ്റോറിയിലൊരു ഇതുണ്ട്, ഒരു വിശ്വാസമുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട അതാ അങ്ങനെ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താ ഞാൻ ചിത്രം ബേസ് സ്റ്റഡി. ഒരു പരിമളം തൊട്ട് ഇപ്പൊ ഓൺടറി എന്ന തെലുങ്ക് സിനിമയില് താങ്കളുടെ പേര് കനക മഹാലക്ഷ്മി പേര് ബുജ്ജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചെങ്കിൽ എല്ലാത്തിലും ഒരു എവിടെയോ ഭാവനയായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഭാവന കുറേ ക്യാരക്ടേഴ്സിൽ എൻ്റെ കുറേ റിഫ്ലക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ കുറുമ്പുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് പറയുന്നുണ്ട്. സ്വപ്നക്കൂടിലെ കുറച്ചൊക്കെ അതെ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ചിത്രം ബേസ് സ്റ്റഡിയിലെ ചാരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി ഇടപെടുന്നിട്ട് എല്ലാം വിഷമങ്ങളോ അങ്ങനെയൊക്കെ കുറേ എനിക്കുണ്ട്. തെലുങ്കിലേക്ക് ചാരി ഇപ്പോൾ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഒരു റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്ന ഒരു നായികയുടെ ഒരു അപ്പോൾ അത് തെലുങ്കിൽ അങ്ങനെ ചിലവാകുമായിരുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്കില് ഞാൻ പടം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല തെലുങ്കിൽ. ഒന്നാമത് ഞാൻ തമിഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല തെലുങ്കിനെ പറ്റിയിട്ട്. എനിക്ക് അറിയുമ്പോൾ എനിക്ക് ചിരഞ്ജീവി, നാഗാർജുന, വെങ്കടേഷ് എന്നുള്ള ഒരു 3 പേരല്ലാതെ ഒന്നും അറിയില്ല എനിക്ക് തെലുങ്കിനെ പറ്റി. ഞാൻ ഈ ചാനലൊക്കെ വരുമ്പോൾ ഞാൻ അമ്മയുടെ എന്തോന്ന് പറയുന്നത് ഉക്കട് കിക്കടു എന്നൊക്കെ പറഞ്ഞാൽ അയ്യെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ ഒണ്ടറിയുടെ ഡയറക്ടർ വന്നിട്ട് ചിത്രം ബേസ് ദീപാവലിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടി ചെയ്താൽ നന്നായിരിക്കും, ഞങ്ങൾക്ക് ആ ക്യാരക്ടർ എഴുതിയപ്പോൾ തന്നെ ആ കുട്ടി ഭാവന ചെയ്താൽ നന്നായിരിക്കും ഞങ്ങൾ പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെലുങ്ക് അയ്യേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കഥ കേൾക്കുക വന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കഥ കേൾക്കാതിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഗോപിചന്ദാണ് ഹീറോ. ഞാൻ ഏത് ഗോപിചന്ദ് എനിക്കൊന്നും പറഞ്ഞുണ്ടോ ഗോപിചന്ദിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരിക്കുന്നത്. അപ്പോൾ ഒരു കഥ പറയാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഇത് പ്രീ ക്ലൈമാക്സ് എന്നാണ് ഈ സിനിമ തുടങ്ങുക. അപ്പോൾ ഹീറോൻ്റെ കൂടെ ഹീറോയിൻ ഉണ്ട്, പക്ഷെ ക്ലൈമാക്സിലേ അറിയുള്ളൂ ഹീറോൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ ഹീറോയിൻ ഉള്ളൂ. ക്ലൈമാക്സ് ആവുമ്പോൾ പടം മൊത്തം ഡിവൈൻഡ് അടിച്ച് കാണിക്കുമ്പോൾ ഇയാൾ വെറുതെ ഒരു സ്ഥലത്തേക്ക് നോക്കിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോവുക. അപ്പോൾ ഈ ഹീറോയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നിലയുടെ മുകളിൽ നിന്ന് വീണിട്ട് അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വീണിട്ട് ഒരാൾ റേപ്പ് ചെയ്തിട്ട് ആ കുട്ടി പിന്നെ അടുത്തൊരാൾ വരുമ്പോൾ ഓടി ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുകയാണ്. അപ്പോൾ ഹീറോനെ എന്താ രക്ഷിക്കാൻ പറ്റാത്ത വെച്ചാൽ ഹീറോ ഓൾറെഡി കുത്ത് കിട്ടിയിട്ട് കിടക്കുകയാണ്. അല്ല അതിനോട് റിലീസ് ആയിട്ടുള്ള സംഭവം അതാണ്. അപ്പോൾ വെച്ചാൽ ഹീറോനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടി ഇങ്ങനെ മുകളിൽ നിന്ന് വീഴാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് തെലുങ്ക് പടമായതുകൊണ്ട് ഈ പെണ്ണ് മരിക്കൂല. ഞാൻ വിചാരിച്ചു ഈ പെണ്ണ് മരിക്കൂല തെലുങ്ക് സിനിമ ആയതുകൊണ്ട് ഇയാള് കുത്തും കൊണ്ട് വന്ന് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തി ഇത് കഥ കൊളാവാം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഒക്കെ അപ്പളേ ഞാൻ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഡയറക്ടർ പറയുന്നുണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ മനസ്സിലാവും അത് ടിപ്പിക്കൽ തെലുങ്ക് തന്നെ വെച്ചാൽ ഞാനപ്പോൾ മനസ്സിലായി. ഞാൻ മാനേജറിനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടർ പറയുന്നത്. പിന്നെയാണ് മനസ്സിലാവുക ടൈലൻറ്റിൽ ഹീറോ മറ്റേ വില്ലൻ്റെ അടുത്ത് പറയും ഹീറോയിനെ എവിടെ അങ്ങനെ ചോദിക്കുമ്പോൾ ബുജ്ജി എവിടെ ചോദിക്കുമ്പോൾ ഹീറോൻ്റെ ഫാമിലി ആൾക്കാർ വന്ന് കരഞ്ഞ് പറയാം ബുജ്ജി മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവൻ ഫുൾ വിഷമായിട്ട് വില്ലനെ അങ്ങ് തള്ളിയിട്ട് അവൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്. അപ്പോൾ ഒണ്ടറി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടത്താം. അപ്പോൾ അവൻ അപ്പോഴേക്കും ഞാൻ തെലുങ്കന്മാർ ഇങ്ങനെയൊക്കെ ആലോചിച്ചടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ പടം ചെയ്യാൻ പോകാന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനത് കമ്മിറ്റ് ചെയ്തത്. പടം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവരും എന്നമ്മ ഇത് ഹീറോയിൻ വന്ന് ഹീറോ മുന്നാടി റേപ്പ് പണി സത്ത് പോറാങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഫീലിങ്സ്. പക്ഷെ തമിഴിലാണെങ്കിൽ രക്ഷപ്പെടുക. തമിഴിലും മലയാളത്തിലൊക്കെ അതെ തമിഴിലും മലയാളത്തിലൊക്കെ ഈ ഹീറോ വന്നിട്ട് രക്ഷപ്പെടുത്തി ഈ പെണ്ണ് മരിച്ചിട്ടില്ല വെച്ചാൽ കൂവി പൊളിക്കൂലേ ആൾക്കാർ.